ഒരു 10 മാസത്തോളമായിട്ടുണ്ടാവും. മറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ വീട്ടിലേക്ക് നല്ല സൗണ്ട് വരും. ചെറുപ്പം മുതലേ ഉള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. ഇതിപ്പോൾ ഈ ഇത്രയും ഇവിടെ ഇതിന് മുന്നൊന്ന് പൊട്ടി, ഇവിടെ പൊട്ടി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേമാതിരി പൊട്ടിച്ചു കണ്ടുണ്ടായത് തന്നെയാണ്. അല്ലാതെ പിന്നെ വേറെ ഈ കാലം വരെയായിട്ട് കാണുന്ന സംഭവം നടന്നിട്ടില്ലല്ലോ. മലപ്പുറം പാണക്കാട് എടായിപ്പാലത്ത് മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ നിന്നും മീറ്ററുകൾ ഇപ്പുറത്തുള്ള പ്രദേശം. നേരത്തെ റിപ്പോർട്ടർ TV പുറത്തുവിട്ട പാറ പൊട്ടിച്ചു എന്ന് പറയപ്പെടുന്ന മേഖലയാണിത്. സ്വകാര്യ വ്യക്തി പെട്രോൾ പമ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സ്ഥലം വാങ്ങുന്നതും ഇവിടെ പാറ പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും. ഈ പാറപ്പൊട്ടിക്കലിന്റെ വലിയ പ്രശ്നം മൂലം ഇവിടെയുള്ള പ്രദേശവാസികൾ ദുരിതം അനുഭവിച്ചിരുന്നു, പരാതി പറഞ്ഞിരുന്നു. ഇതാ ഉണ്ണിയൊന്നുകണ്ടിക്ക് പാൻ ചെയ്താൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ വീട് കാണാം. അദ്ദേഹത്തിന്റെ വീടിന്റെ ചുറ്റുമതിൽ കാണാൻ സാധിക്കും. ആ വീടിന്റെ തൊട്ട് മുൻപിലുള്ള, അതായത് അതിന്റെ ഓപ്പോസിറ്റ് കാണുന്ന വീട്ടിലെ ഒരു പ്രദേശവാസിയായിട്ടുള്ള വ്യക്തി, ഒരു ഇക്ക നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ ദുരിതം ഈ പ്രദേശവാസികൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പറഞ്ഞതാണ്. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ പാറ പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നുള്ളത് അദ്ദേഹം പറയും. ഇക്കയുടെ പേരെന്താണ്? ഈ കാണുന്നതാണ് വീടല്ലേ? അതെ അതെ, ഈ കാണുന്ന വീട്. അതായത് പേരും മേൽവിലാസവും? ഇസ്മായിൽ കാരാടൻ. എന്താണ് സംഭവിച്ചത് ഇവിടെ? എന്ന് മുതലാണ് ഇവർ ഈ പാറ പൊട്ടിക്കാൻ തുടങ്ങിയത്? പാറ പൊട്ടിക്കൽ പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ആയി തുടങ്ങി. ഒരു 10 മാസത്തോളമായിട്ടുണ്ടാവും. പക്ഷെ അന്ന് അവർ കട്ട് ചെയ്ത് കണ്ട് ഇറക്കിയതായിരുന്നു. ബ്ലേഡിന് കട്ട് ചെയ്ത് കണ്ട് അടി വന്നപ്പോൾ പിന്നെ അവരെ കൊണ്ട് എടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ പൊട്ടിക്കൽ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തപ്പം പാറ പൊട്ടിക്കാൻ നമ്മൾ കോറിയിലൊക്കെ കാണുന്ന പോലെ പാറ പൊട്ടിക്കാം. ഇത് മറച്ചതിൻ്റെ രസം നമുക്ക് കാണാൻ കഴിയുമല്ലോ. മറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ വീട്ടിലേക്ക് നല്ല സൗണ്ട് വരും. ഇതൊക്കെ ബ്ലേഡിന് കട്ട് ചെയ്താൽ പിന്നെ അടി വന്നപ്പോൾ പിന്നെ അവർക്ക് പിന്നെ പാറ പൊട്ടിക്കലല്ല, അവർക്ക് നിവർത്തില്ലാതായി. വീട്ടിലല്ല സൗണ്ട് വന്നു, വീട് പ്രകമ്പനം ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, മിനിസ്റ്റർ ഇവിടെ ഉള്ള ടൈമിൽ ടൈമിൽ എന്ത് ചെയ്തു, മിനിസ്റ്റർ അവിടെ നിന്ന് ആൾ പറഞ്ഞയച്ചു. ഒരു പോലീസുകാരനടക്കം 2-3 ആൾക്കാർ ഇവിടെ വീട്ടിൽ വന്നു. ഇവിടെ വന്നു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ വീടാണ് തൊട്ട് മുകളിലുള്ളത്. അവിടെ അദ്ദേഹം ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ പൊട്ടിക്കൽ നടന്നിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ പിന്നെ ഇനി പൊട്ടിക്കൂല, ഇങ്ങനെ സംഭവിക്കൂല എന്നൊക്കെ പറഞ്ഞു കണ്ട് അവർ പിന്നെ നമ്മൾക്ക് അങ്ങനെ ഒരു ശല്യം ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ഏത് സമയത്ത് മൂപ്പര് ഇവിടെ ഇല്ലല്ലോ. നമ്മളോട് നമ്മൾ ഈ സൗണ്ട് കേൾക്കുമ്പോഴല്ലേ അത് അറിയേണ്ടി. പിന്നെ അല്ലാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? കാരണം വെച്ചാൽ ഇവിടെ ഇച്ചേർക്ക് പോലും പൊട്ടിച്ച് കണ്ട് ഇവിടെ മറ്റുള്ള അവരെ കൊണ്ട് ഇനി പൊട്ടിക്കല്ലാതെ അവർക്ക് മാർഗമില്ല. മന്ത്രിക്ക് ഉറപ്പ് കൊടുത്തിരുന്നു ഇനി പൊട്ടിക്കൂല, അങ്ങനെ പൊട്ടിക്കൂല എന്ന് PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിക്ക് ഉറപ്പ് കൊടുത്തു. ഉറപ്പ് പോലീസുകാരടക്കം ഇവിടെ വന്നിട്ട് പോലോട് പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിക്കൂല, ഞാൻ സംഭവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോൾ ഇപ്പം ഇവിടെ പൊട്ടിക്കണീൻ്റെ 4 ദിവസം മുന്നേ തന്നെ വരെ ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. എടായിപ്പാലത്ത് മണ്ണിടിച്ചിലുണ്ടായത് മിനിഞ്ഞാന്നാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചക്ക് മുൻപ് വെള്ളിയാഴ്ച വരെ ഇവിടെ പൊട്ടിക്കൽ നടന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളിവിടെ പിന്നെ അവരെന്ത് ചെയ്യും, രാവിലെ വന്ന് ഇവിടെ വണ്ടി വരും, ഈ പൊട്ടിച്ച കല്ല് കൊണ്ട് കാറ്റിപ്പോവും. ഇവിടുന്ന് കാറ്റി പോകലുണ്ട്. കാരണം വെച്ചാൽ അതൊക്കെ ഇപ്പം ജിയോജിൻ്റെ പിന്നെ ഓർക്ക് പെർമിറ്റ് ഉണ്ടോ ഇല്ലേ എന്നൊന്നും നമ്മളറിയില്ല. എത്ര കാലമായിട്ടാണ് ഇവരിങ്ങനെ ഈ പൊട്ടിച്ചു കണ്ടുള്ള പ്രവർത്തനം ഇവിടെ നടത്തുന്നത്? പൊട്ടിച്ചു കണ്ട് തന്നെ കാരണം ഒരു 3 മാസം ഇതിൻ്റെ ഇടയിൽ പൊട്ടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് മുഴുവൻ പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിച്ചിട്ടുണ്ട്. JCB കൊണ്ട് ഒരു കുത്തി ഇളക്കും കുറേ, പിന്നെ അതിൻ്റെ ദിവസം പൊട്ടിക്കും, പിന്നെ അത് കുറേ കുത്തി കോറിയിലൊക്കെ പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ലാസ്റ്റ് പിന്നെ അങ്ങനായി. കാരണം വെച്ചാൽ നല്ല സൗണ്ട് ഉണ്ടാവും. വീട്ടിലൊക്കെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് JCB മറ്റുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഇത് എല്ലാം പുറത്തേക്ക് വെച്ച് കണ്ടല്ലല്ലോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരിട്ട് മൂടിയിട്ടാണോ എന്താന്നുള്ളത് നമുക്കറിയില്ല. ഈ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയോട് സ്ഥലം ഉറപ്പ് കൊടുത്തിരുന്നല്ലോ, ഈ പൊട്ടിക്കൽ ഇനി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കുന്നു. പക്ഷെ അതിനുശേഷം പൊട്ടിക്കൽ പൊട്ടിച്ചിട്ടുണ്ട്. കാരണം ഒരു 2-3 ദിവസം മുന്നായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ശരിക്ക് കേൾക്കാം, വീട്ടിൽ നല്ല സൗണ്ട് വരും. പക്ഷേ ഇവിടെ ആ സമയത്തൊക്കെ ഇതിൽ വണ്ടി പാസ് ചെയ്യലുണ്ട്. പക്ഷേ അത് അതിൻ്റെ മേലെ വരെ എന്തൊക്കെ ചെയ്തിട്ടാണോ എന്താന്നുള്ളത് നമുക്കറിയില്ല. കാരണം ചിലതിൻ്റെ ഉള്ളിൽ എന്താ നടക്കണമെന്ന് നമുക്കറിയില്ല. എന്തെങ്കിലും കേടുപാടോ വിള്ളലോ? കാരണം നല്ല സൗണ്ട് ഉണ്ടാവും, സൗണ്ട് ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഇളകണ മാതിരിയുള്ള സൗണ്ടുകളൊക്കെ ചെറുതായിട്ടുണ്ടാവും. 3 മാസമായിട്ട് പൊട്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവരിവിടെ നിർമ്മാണം തുടങ്ങിയിട്ട് എത്ര കാലമായി നിങ്ങൾ കാണുന്നത്? പിന്നെ നിർമ്മാണം തുടങ്ങിയിട്ട് ഒരു 9 മാസമായിട്ടുണ്ടാവും. ഇങ്ങനെ പൊട്ടിക്കൽ ഉണ്ടായിരുന്നില്ല. JCB മണ്ണ് മാറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ വെച്ചാൽ പിന്നെ അത് ഒരു മെഷീനിൽ കട്ട് ചെയ്ത് കണ്ട് തന്നെ ഇറക്കിക്കൊണ്ടാക്കാം. പൊട്ടിക്കുന്ന
കല്ലൊക്കെ എങ്ങടെ കൊണ്ടുപോകുന്ന വല്ല വിവരമുണ്ടോ? അത് വണ്ടി കാറ്റി പോവല്ലേ, വലിയ വണ്ടി കാറ്റി പോവാണ്. അതിനിപ്പോൾ എങ്ങനെയാണ് നാട്ടുകാരെല്ലാരും കൂടി ഒരിക്കൽ ഇവിടെ വന്നിട്ട് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇവര് അതെ ഇപ്പം നാട്ടുകാരെല്ലാവരും കൂടി പറഞ്ഞു തന്നെ ഇവിടെ പൊട്ടിക്കണ സമയത്തും ഇത് ഈ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും നമ്മളെന്ത് ചോദിച്ചാൽ ഇവര് പിന്നെ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുമ്പോഴാണ് അത് പറയണ്ടേ, അല്ലാതെ പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ നമുക്ക്. ഇപ്പോൾ ഈ ലാസ്റ്റ് വെച്ച് കണ്ട് എന്താ വെച്ചാൽ അവർ പൊട്ടിക്കേണ്ട നിർബന്ധമായിട്ട് കാരണം വെച്ചാൽ മണ്ണിൻ്റെ ഒപ്പമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പൊട്ടിക്കൽ നിർബന്ധമാണ്. ഇപ്പൊ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ പേടി ഉണ്ടായിരുന്നില്ലേ സംഗതി? ഇത് പൊട്ടി ഇങ്ങനെ മണ്ണിടിഞ്ഞ് വരുമോന്ന് പേടി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് മണ്ണ് ഇവിടെ ഇപ്പം പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചെറുപ്പം മുതലേ ഉള്ള സ്ഥലങ്ങൾ അതൊക്കെ. ഇതിപ്പോൾ ഈ ഇത്രയും ഇവിടെ ഇതിന് മുന്നൊന്ന് പൊട്ടി ഇവിടെ പൊട്ടി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേമാതിരി പൊട്ടിച്ചു കണ്ടുണ്ടായത് തന്നെയാണ്. അല്ലാതെ പിന്നെ വേറെ ഈ കാലം വരെയായിട്ട് കാരണം സംഭവം നടന്നിട്ടില്ലല്ലോ. ഈ കാലം വരെയായിട്ട് ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല. കാരണം എന്താ ഇതിൻ്റെ മേലെ ഇതേമാതിരി തന്നെ പിന്നെ നിറഞ്ഞ സ്ഥലമായിരുന്നത്. ഈ സ്കൂൾ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ചെങ്കല്ല് വെട്ടിപ്പോയതാണ്. ചെങ്കല്ല് വെട്ടിയിട്ടെന്ന് പറഞ്ഞാൽ ചെങ്കല്ല് വെട്ടിപ്പോയി കണ്ട് എന്ത് ചെയ്യുന്നത് അവർ നമ്മൾ എന്തെങ്കിലും പിന്നെ പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് ഞാൻ ഉണ്ടാവില്ല, അതുകൊണ്ട് തൂർക്കും, കുഴി പൊട്ടിക്കരുത് അല്ലേ? അതന്നെ ഇനി ഇങ്ങനത്തെ പരിപാടി ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഇവർ പൊട്ടിച്ച് ഇവിടെ ഇപ്പോൾ ഉള്ള സമയത്ത് ഇങ്ങനെ ഓർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാന്നല്ലേ കണ്ട. ഇനി പാറ പൊട്ടിച്ച് കണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പാറ പൊട്ടിച്ച് കണ്ട് അവരെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതായാലും കഴിയില്ല. പ്രദേശവാസിയുടെ വലിയ ആശങ്ക അതാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ വീടുകൾ ഞാനൊന്ന് കാണിച്ചു തരാം, പ്രേക്ഷകർ കാണുന്നുണ്ടാകും. ഈ പാറ പൊട്ടിക്കുന്ന മേഖലയ്ക്ക് ഇപ്പുറത്ത് ഏകദേശം മീറ്ററുകൾ മാത്രം ഇപ്പുറത്താണ്. അപ്പോൾ ആ മതിൽ കണ്ടോ, ചുറ്റുമതിൽ കണ്ടോ? അതാണ് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വസതി. അതിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസും വീടും സ്ഥിതി ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടൊരു പൊതുപ്രവർത്തകരാണ്, പ്രധാനപ്പെട്ട മന്ത്രിയാണ്. അദ്ദേഹത്തെ കാണും നിരവധി ആളുകളൊക്കെ തന്നെ വരുന്നൊരു മേഖലയാണിത്. അത്തരത്തിൽ ആളുകളൊക്കെ തന്നെ കൂടുന്ന സമയത്തൊക്കെ തന്നെ അപകട ഭീഷണി ഉണ്ടാക്കുന്ന വിധം ഇവിടെ പ്രകൃതിയെ ഇങ്ങനെ തുരന്നെടുത്ത് പൊട്ടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ആരാണ് ഇവർക്ക് മൗനാനുവാദം കൊടുത്തതെന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഇവിടെ. ഇക്കാര്യത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇസ്മായിൽക്ക് പറയുന്നുണ്ട്, മന്ത്രി ഒരു ഘട്ടത്തിൽ വീട്ടിലുണ്ടായിരുന്ന സമയത്ത്, അതായത് മന്ത്രി വീട്ടിലുണ്ടായിരുന്ന സമയത്ത് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള പൊട്ടിക്കൽ നടക്കുന്നു. വലിയ പ്രകമ്പന ശബ്ദം കേട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി അക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. ഉടനെ തന്നെ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് ഇവിടെ വന്ന് പരിശോധന നടത്താൻ പറയുന്നു. അതനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ അവരോട് സംസാരിക്കുമ്പോൾ ഇനി ഒരു കാരണവശാലും ഇത്തരത്തിൽ പൊട്ടിക്കില്ല എന്നുള്ളത് മന്ത്രിക്ക് ഈ സ്ഥലത്തിന്റെ ഉടമ ഉൾപ്പെടുന്ന ആളുകൾ ഉറപ്പ് കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഇസ്മായിൽക്ക് പറയുന്നത്. പക്ഷേ അതിനുശേഷവും പിന്നീട് ഇത്തരത്തിലുള്ള ഖനനം നടന്നിട്ടുണ്ട്. പലതരത്തിലുള്ള കോറികളിൽ നടക്കുന്ന രീതിയിലുള്ള പാറ പൊട്ടിക്കൽ, അത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ ബ്ലാസ്റ്റിംഗ് ആണ് ഇവിടെ നടന്നത് എന്നുള്ളത് ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞതാണ്. കൃത്യമായിട്ട് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത് കൃത്യമായിട്ടും അടിവരയിടുന്ന വാക്കുകളാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഇസ്മായിൽക്ക് പറഞ്ഞിരിക്കുന്നത്. വീടുകളുടെ സമീപത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന വീടാണ് ഇസ്മായിൽ ഖാൻ്റെ വീട്. ഇതാ ഉണ്ണിയൊന്നും ഇങ്ങോട്ടേക്ക് പാൻ ചെയ്താൽ ഇസ്മായിൽ ഖാൻ്റെ വീട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം വെറുതെ പറയുന്നതല്ല, ഇത്ര അടുത്തുള്ള വീടുകളിലേക്ക് അതിൻ്റെ ശബ്ദം അത്രത്തോളം വലിയ രീതിയിൽ കേട്ടിരുന്നു. ഉഗ്ര ശബ്ദത്തോടു കൂടി വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. വീടുകൾക്ക് വിള്ളൽ വരുമോ എന്നുള്ള ആശങ്ക അവരെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്മായിൽ ഖാൻ, നമ്മളെ വീട് ഇപ്പോൾ ഇതല്ലേ ഇസ്മായിൽ ഖാൻ? ഇതാണ് നമ്മളെ വീട്. ഈ വീട്ടിൽ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഏത് സമയത്ത് അവർ പൊട്ടിക്കണോ എന്താണെന്നുള്ളത് അറിയില്ല. പക്ഷേ ശബ്ദം കേൾക്കുമ്പോഴല്ലേ നമ്മൾ അറിയുന്നുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയാം. കാരണം ഇത് മറച്ച കാരണത്താൽ നമുക്കൊന്നും അറിയാൻ കഴിയൂല. ഒരു കാര്യം, ഇപ്പം നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട് ഇതാണ്. അദ്ദേഹം ഈ സൗണ്ട് കേട്ട് ഒരു തവണ അവിടുന്ന് ആളുകളെ വിട്ട് പരിശോധിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അതെന്നായിരുന്നു? അത് അതിപ്പോൾ ഒരു മാസത്തിൻ്റെ ഒരു മാസത്തിൻ്റെ ഇടയിലാണ്. അത് പകൽ സമയത്താണോ? പകൽ സമയത്ത്, രാത്രിയല്ലല്ലോ, പകൽ സമയത്ത് തന്നെ പൊട്ടിക്കുക. രാത്രി പൊട്ടിക്കണമൊന്നുമില്ല. അന്ന് കട്ട് ചെയ്ത സമയത്തല്ല, രാത്രി കട്ട് ചെയ്തിരുന്നു, ആ മെഷീനിന് കട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് എന്നെ വിളിച്ചു, അതായത് മിനിസ്റ്റർ നമ്മൾ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു വരുന്നുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പെട്രോൾ പമ്പ് വരുന്നതുകൊണ്ട് നമുക്ക് എന്താ ബുദ്ധിമുട്ട്? ഇത് പാറ കണ്ടപ്പോഴാണ് പ്രശ്നം വന്നത്. പാറ വന്നപ്പോൾ പിന്നെ അവർക്ക് ഒന്നും കഴിയാതെ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായത്. കാരണം മണ്ണാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ആർക്കുമില്ല. ഇത് പാറ കണ്ടപ്പോൾ അവർ പൊട്ടിച്ചു, അവർക്ക് പൊട്ടിക്കല്ല നിവർത്തില്ലാതായി. അപ്പോൾ ഇതാണ് സംഭവം. അതാണ് മന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട് ഇതാ ഇങ്ങോട്ടേക്കൊന്ന് പാൻ ചെയ്താൽ കാണിച്ചു കൊടുക്കാം. മലപ്പുറത്തെ സംബന്ധിച്ച് നിരവധി ആളുകൾ
എത്തുന്നൊരു മേഖല കൂടിയാണ്. സ്വാഭാവികമായിട്ടും മന്ത്രി, ഏറെക്കാലമായിട്ട് മന്ത്രിയാണ് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയൊക്കെ നിരവധി ആളുകൾ എത്തിച്ചേരുന്ന, അത്രയധികം ജനങ്ങൾ തടിച്ചുകൂടുന്ന മേഖലയ്ക്ക് തൊട്ടടുത്ത് വെച്ച് ഇങ്ങനെ പാറ പൊട്ടിക്കോളും, അതിൻ്റെ ആശങ്ക സ്വാഭാവികമായിട്ടും മന്ത്രിക്കും ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇടപെടൽ അദ്ദേഹം നടത്തി എന്നുള്ളത് ഇസ്മായിൽക്ക് തന്നെ പറയുന്നുണ്ട്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ പറഞ്ഞയച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഇനി ഇങ്ങനെ പൊട്ടിക്കരുതെന്ന് പറഞ്ഞതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് മുൻപ് പ്രദേശവാസികളോട് ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഇസ്മായിൽ ഖാന്റെ വീട്. തൊട്ടടുത്ത് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീടുണ്ട്. ഈ മുകൾ ഭാഗത്തോട്ട് കാണുന്ന റോഡ് കണ്ടോ, ഉണ്ണി പാൻ ചെയ്താൽ കാണാം. ഈ റോഡ് കടന്നു പോകുന്നത് സ്കൂൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മേഖലയിലേക്കാണ് അല്ലേ? ഇതിൻ്റെ ഈ റോഡ് ഇതിൻ്റെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സ്കൂള്, ഇങ്ങോട്ട് കഴിഞ്ഞാൽ നിറയെ വീടുകളാണ് ഈ മേലെ ഭാഗങ്ങളിലൊക്കെ. അതെ, നേരത്തെ നമ്മൾ മണ്ണിടിച്ചിലുണ്ടായ ഘട്ടത്തിൽ ആ സ്കൂളിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെയായിരുന്നു ഹോസ്റ്റലിലോട്ട് ഉൾപ്പെടെ സുരക്ഷിതമായിട്ട് മാറ്റിയിരുന്നത്. ആ സ്കൂളിലോട്ട് കടന്നു പോകുന്ന ഒരു പാതയാണത്. ആ പാതയ്ക്ക് തൊട്ട് താഴെയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. അതിന് തൊട്ടിപ്പുറത്താണ് ഈ പാറ പൊട്ടിച്ചതെന്ന് ഓർക്കണം. എന്തായാലും ഇക്കാര്യത്തിലൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിശേഷം ഇത്രയധികം അനധികൃതമായിട്ടാണ് ഇവർ ഇവിടെ പാറ പൊട്ടിച്ചിട്ടുള്ളത്. അതിലൊരു തർക്കവുമില്ല. അത് അടിവരയിടുന്ന വാക്കുകൾ അയൽവാസി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീടിൻ്റെ സമീപത്ത് വെച്ച് തന്നെ അത്തരത്തിലുള്ള പാറ പൊട്ടിക്കൽ സംഘങ്ങൾ അനധികൃതമായിട്ട് നടത്തി. ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ ഇടപെട്ട് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്? മന്ത്രിയുടെ വാക്കുകളെ പോലും തിരസ്കരിച്ചുകൊണ്ട് പിന്നീട് ആരാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയതെന്ന ചോദ്യങ്ങൾക്ക് തന്നെയാണ് മറുപടി ലഭിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ വസതിയിലോട്ടുള്ള പ്രധാനപ്പെട്ട എൻട്രിയാണിത്. ഇതിലൂടെയാണ് കുഞ്ഞാലിക്കുടി സാഹിബിനെ ഉൾപ്പെടെ ആളുകൾ കാണുന്നതിന് വേണ്ടി പോകുന്നത്. നമ്മൾ ഓർക്കണം, ഈ മേഖലയ്ക്ക് തൊട്ടടുത്താണ് മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ പാറപ്പൊട്ടിക്കലും സംഭവിച്ചിട്ടുള്ളത്. മന്ത്രിയൊക്കെ തന്നെ ഇടപെട്ടിട്ടും ആരുടെ കണ്ണുവെട്ടിച്ചാണ് ഈ സംഘം ഈ പ്രദേശത്ത് ഈ പെട്രോൾ പമ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പാറ പൊട്ടിച്ചത് എന്ന് തന്നെയാണ് ഇനി കണ്ടെത്തേണ്ടത്. ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാക്കാത്ത പക്ഷം വീണ്ടും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇവിടെ സംഭവിച്ചേക്കും എന്നുള്ളതാണ് കാഴ്ചകൾ തെളിയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുബൂറിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.